എല്ലാ മലയാളികൾക്കും നമോഭാഗം. മഴക്കാലം നേരത്തെ വന്നു. മഴക്കാലമായാൽ, കർക്കിടക മാസമായാൽ നമുക്ക് ഭക്തിയുടെ മാസങ്ങളാണ്, ദിവസങ്ങളാണ്. ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നു, ഔഷധ സേവ നടത്തുന്നു. എല്ലാ സമയത്തും ആരാണ് ഭക്തൻ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഭക്തന്മാരെ സംബന്ധിച്ച് ആ ചോദ്യം ഒരു വെല്ലുവിളിയാണ്. ഭഗവത്ഗീത അനുസരിച്ച് ആരാണ് ഭക്തൻ? ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രപത്തി ഉള്ളവരാണ് ഭക്തൻ. പ്രപത്തി ഒരു പ്രത്യേക വാക്കാണ്, സംസ്കൃതത്തിലുള്ളതാണ്. അതിൻ്റെ അർത്ഥം അൺകണ്ടീഷണൽ സറണ്ടറിങ്, നിരുപാധികമായ സമർപ്പണം ചെയ്തവനായിരിക്കും. ഇന്ന് ഭക്തന്മാരെ നമ്മൾ കാണുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവരാണ് ഏറ്റവും നല്ല ഭക്തൻ. പരാതികളും പരിഭവങ്ങളും നടയിൽ നിന്ന് മുമ്പിൽ നിന്ന് പറഞ്ഞ് തീരാത്തത് നേരെ പുറകിൽ പോയിട്ട്, അവിടെ പുറകിൽ വിളക്കൊക്കെ ഉണ്ടാവും, അതിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. എന്തിനാണ് കരയുന്നത്? ഭഗവാനെ കാണുമ്പോഴും കരയുകയാണ്. അപ്പം കരച്ചിലാണോ ഭക്തൻ്റെ ലക്ഷണം? ഒരിക്കലും കരയരുത്. ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഒരു ഭക്തൻ പോലും കരയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ എവിടെ ചെന്നാലും ആരെങ്കിലും കരയും. ഉത്തരേന്ത്യയിൽ കരയുന്നുണ്ടെങ്കിൽ അവിടുത്തെ പൂജാരി ഇറക്കി വിടും. നമുക്ക് അനുഭവമുണ്ട്. നമ്മൾ കാശിയിൽ ഹനുമാൻ മന്ദിറിൽ പോയ സമയത്ത് അവിടെ ഒരു സ്ത്രീ വന്നിരുന്ന് കരയുന്നു. അതിന് കണ്ടപ്പോൾ അത് മലയാളി തന്നെയാണ്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജാരി ഇറങ്ങി വന്നു പറഞ്ഞു, പ്ലീസ് ഇവിടെ നിന്ന് കരയരുത്, ഹനുമാൻ്റെ മുമ്പിൽ കരയാനുള്ളതല്ല, ഉള്ളു തുറന്ന് ഭഗവാനെ ആരാധിക്കാനുള്ളതാണ്, നാമം ഉറക്കെ വിളിക്കുക. അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആധി, ഒരു വ്യാധി എല്ലാം ഉണ്ടാകും. അതിനെ തരണം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ആ റിസ്ക് എടുക്കുന്നവർക്കാണ് ഭക്തനായ ഒരാളുണ്ടെങ്കിൽ ഭഗവാന് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. റിസ്ക് എടുക്കുന്ന ഭക്തനെ സംബന്ധിച്ച് ഭഗവാന് സഹായിക്കാൻ ഇഷ്ടംപോലെ ഉപാധികളുണ്ട്. റിസ്ക് എടുക്കാതെ കരച്ചിൽ മാത്രമാണെങ്കിൽ ഭഗവാനും ഒന്നും ചെയ്യാനില്ല. അതാണ് പല ഭക്തന്മാരുടെയും ഏറ്റവും വലിയ കുഴപ്പം. പ്രതിസന്ധി വരും, അതിനെ തരണം ചെയ്യണം. അങ്ങനെ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ഇറങ്ങി തിരിച്ചാൽ അതിനെ അതിജീവിച്ച് വിജയിക്കാൻ പറ്റും. പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. ഒരിക്കലും ഒരാൾ പർവ്വതാരോഹണം ചെയ്ത സമയത്ത് കാല് വഴുതി കൊക്കയിലേക്ക് തെന്നിപ്പോയി. അങ്ങനെ ഉരുണ്ട് പോകുന്ന സമയത്ത് ഒരു വള്ളിയിൽ പിടുത്തം കിട്ടി. വള്ളിയിൽ അങ്ങനെ തൂങ്ങിക്കിടന്നു. ഈ വള്ളി പൊട്ടിയാൽ നേരെ അഗാധമായ കൊക്കയിലേക്കാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു എലി വന്നിട്ട് ഈ തൂങ്ങിക്കിടക്കുന്ന വള്ളി മെല്ലെ കരണ്ട് തിന്നാൻ തുടങ്ങി. എന്തായിരിക്കും അവസ്ഥ? അടുത്ത നിമിഷം ഈ വള്ളി പൊട്ടി താഴെ പോകും. അപ്പോൾ എല്ലാം മറന്ന് ഭഗവാനെ ഉറക്കെ വിളിച്ചു, ഭക്തൻ എന്നെ രക്ഷിക്കണം. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിച്ചോളാം, നീ ആ വള്ളിയിൽ നിന്ന് വിടാൻ പറഞ്ഞു. വിടുവോ? വള്ളിയിൽ നിന്ന് വിടുവോ? അവിടെ എലി കരണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇത് പൊട്ടുന്നുള്ള ഉറപ്പ്. ആ നിമിഷത്തിൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്നെ കാത്തോളാം, നീ ധൈര്യമായിട്ട് വള്ളിയിൽ നിന്ന് വിട്ടോ. എലിയെ വിശ്വസിക്കുക, ഭഗവാനെ വിശ്വസിക്കുക. അപ്പോൾ അവനെ മുന്നിൽ തന്നെ വിശ്വാസം. വള്ളി വിട്ടില്ല. ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറായി വന്നാലും ആ വാക്കുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. പ്രവൃത്തിയോടുകൂടി ആരാധിക്കുക. എല്ലാ കഷ്ടതകളും ഭഗവാൻ അറിയാതെ ഉള്ളതല്ല. എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന ആരാധ്യ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മഴക്കാല ഭക്തി ദിന ആശംസകൾ.